അത് വേണം. അതായത് ഇത് നിങ്ങൾ വേറൊന്നുകൊണ്ടല്ല, ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള, ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് മാധ്യമം. നിങ്ങൾ മത്സരിച്ചിട്ട് നശിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. കള്ളത്തരം പറഞ്ഞിട്ടേ അത് നിങ്ങളിവിടെ പ്രത്യേകം പറയണം. ഞാനിത് പറഞ്ഞെന്ന് നിങ്ങളുടെ മുതലാളിയോട് പറയുമോ? അല്ല, ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഈ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത് പറഞ്ഞു എന്ന് നിങ്ങളുടെ മുതലാളിയോട് പറയുമോ? എല്ലാവരും പറയും. സാറേ, ഇന്നൊരു വിവാദം വേണം. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചിട്ട് ഒരു പയ്യൻ, എനിക്ക് ഉറക്കം വന്നില്ല, അയാൾ ചോദിച്ചപ്പോഴത്തേക്കും കുഴഞ്ഞു പോയി. അവിടുന്ന് പറഞ്ഞു വിട്ടത് കള്ളി വിളി വിട്ടു. അപ്പം ഞാൻ തുറന്നു ചോദിച്ചു. അയാളുടെ കരച്ചിൽ അങ്ങ് മാറി നിന്ന് കരയുന്നത് കണ്ടിട്ട് എനിക്ക് രാത്രി ഉറക്കം വന്നില്ല. ഈ പത്രമുതലാളിമാരെ നിങ്ങളെ ചൂഷണം ചെയ്യുക, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവരിപ്പം ഇങ്ങനെ എന്നൊക്കെ പറയും. അത് നിങ്ങളുടെ മുതലാളിയോട് പറഞ്ഞാൽ മതി. പുള്ളി ശക്തനല്ലേ, എന്തോ എല്ലാരും കൂടും നിങ്ങളുടെ എല്ലാ മുതലാളിമാരും ഇവരുടെ മുതലാളിയുടെ കൂടെ കൂടും. ഒരു കുഴപ്പമില്ല. നിങ്ങളോടല്ല കേട്ടോ, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷെ മുതലാളിമാര് ഇത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടില്ല ഇങ്ങനെ പടവലങ്ങ പോലെ വരുന്നത് റേറ്റിംഗ്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ്. ഹിന്ദി അറിയാലോ? ഹിന്ദി എനിക്കറിയത്തില്ല. ഹിന്ദി എവിടെയാണ്?